ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു വിഷു സ്പെഷ്യൽ റെഡിയാക്കിയാലോ? അമ്മ എന്തിനാ മാങ്ങയൊക്കെ പിച്ചെടുക്കുന്നതെന്നല്ലേ? വാ നോക്കാം. ഓക്കെ, അതിനായി നമ്മൾ പിച്ചെടുത്ത് നമ്മുടെ മാങ്ങ എല്ലാം എടുത്ത് കഴുകി അതിൻ്റെ ചൊനയൊക്കെ കളഞ്ഞ് അതിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ അതിൻ്റെ തൊലി എല്ലാം റിമൂവ് ചെയ്ത് എല്ലാ മാങ്ങയും അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ മാങ്ങേനെ എല്ലാത്തിനെയും കൂടി നമുക്ക് ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ മാങ്ങക്കുട്ടന്മാരെ എല്ലാം ചട്ടിയിലേക്ക് മാറ്റിയാണ്. ചെറുതായിട്ട് പച്ചമുളക് രണ്ടൂന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തോട്ട് ശർക്കര പാനി ചാക്കനം ചേർച്ച് അത്രയും തന്നെ വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇനി അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരുകി ഇതിനകത്തോട്ട് 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ 2-3 കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ച് റെഡിയാക്കി എടുക്കുക. എല്ലാം നല്ല വെന്ത് ചാറായിട്ടുണ്ട്. പച്ചമുളകും എല്ലാം വെള്ളത്തിലെല്ലാം ചേർന്ന് അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് മാങ്ങയും കൂടെ നല്ല വെന്തതിന് ശേഷം നമ്മൾ തൈര് ചേർക്കണം. നമ്മളിവിടെ ആവശ്യത്തിന് ഉള്ള തൈര് എടുക്കുന്നുണ്ട്. അധികം പുളിയൊന്നുമില്ലാത്ത നല്ല കട്ടി തൈരാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് ചേർക്കുക. നമ്മളിപ്പോൾ പാത്രം ഇടയ്ക്ക് വെച്ചൊന്ന് മാറ്റി എന്തെങ്കിലും മറ്റേതിനകത്ത് വെന്തിട്ട് എല്ലാ അരപ്പും ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നിറഞ്ഞു തോന്നും. ഇത് നമ്മൾ മാറ്റി നമ്മളിനി തീ ഇടത്തില്ല. മറ്റേ വച്ച ചൂടിൽ തന്നെ ഒക്കെ ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് നല്ല മൂപ്പിക്കുക. മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടാണ് ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അത് പിന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യുകയാണ് ഗൈസ്. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. നമുക്കിത് മാത്രം കൂട്ടി നമുക്ക് ചോദിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി സാധാരണ ആൾക്കാർ ചേർക്കും, ഞാൻ ചേർക്കത്തില്ല. കാരണം മുളക് പൊടി ചേർത്ത എലിശ്ശേരിയുടെ ഒരു കളർ ഷെയ്ഡ് വരും. ഇതാകുമ്പോൾ പച്ചമുളകാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ. പുളിശ്ശേരിക്ക് കളർ ഷെയ്ഡ് കിട്ടണമെങ്കിൽ പച്ചമുളകാണ് നല്ലത്. ഓക്കെ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. ഓക്കെ ഗൈസ്.